പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. അഭിനവേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എല്ലാവരും നന്നായിട്ട് അടുക്കളത്തോട്ടമൊക്കെ പരിചരിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ. ചൂടൊക്കെ മാറി മഴയൊക്കെ പെയ്ത കാരണം ചെടികളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പം പുതുതായിട്ട് നമ്മൾ വിത്തുകളൊക്കെ പാകി അല്ലെ തൈകൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് നട്ട് അടുത്ത ഒരു ടീമായിട്ട് കൃഷികളൊക്കെ ചെയ്തു തുടങ്ങുക. ഇത് മഴക്കാലമാണ് വരുന്നത്. ജൂണൊക്കെ ആകുമ്പോൾ മഴക്കാലം തുടങ്ങും. മഴ പെയ്യുമെന്ന് അറിയത്തിരുന്നാലും ആ ടൈമിൽ പറ്റിയ പിന്നെ പച്ചക്കറികളൊക്കെ നട്ടു കൊടുക്കുക. വെണ്ട നല്ലതാണ്, പയർ, അതുപോലെ തക്കാളി, വഴുതന ഇവയൊക്കെ നമുക്ക് നട്ടു കൊടുക്കാം. പച്ചമുളക്, കാന്താരി അങ്ങനെയൊക്കെ ഉള്ളത് നന്നായിട്ടുണ്ടാകും. ഇല്ല കീടങ്ങളൊന്നും വരത്തില്ല, മുരടിപ്പുണ്ടാകത്തില്ല. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഞാനിന്ന് പറയുന്നത് നമ്മുടെ സമയം നമുക്ക് ഈശ്വരൻ അത് അനുവദിച്ച് തന്നിരിക്കുന്ന ടൈം നമ്മളൊരിക്കലും പാഴാക്കി കളയരുത്. ഇപ്പോൾ അവധിക്കാലമായതുകൊണ്ട് വീട്ടമ്മമാരൊക്കെ പിള്ളേരുടെ പുറകെയൊക്കെ പോവുകയും അവരുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോഴത്തേനും അവർക്ക് സമയം കുറവായിരിക്കും. എന്നിരുന്നാലും നമ്മുടെ സമയത്ത് നമ്മൾ ക്രമീകരിച്ച് ഓരോ കാര്യങ്ങളും അതിൻ്റേതായ അടുക്കും ചുറ്റോടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാം സാധിക്കും. ഇപ്പോൾ രാവിലെ ഒരു 3 ടൈം പോലും തന്നെ ഒരു 10 മണിയാകുമ്പോൾ നമ്മുടെ വീട്ടിലെ ജോലിയെല്ലാം ഒതുക്കി തുണികളൊക്കെ വാഷ് ചെയ്തതിന് ശേഷമുള്ള ടൈമിൽ നമ്മുടെ കൃഷിത്തോട്ടത്തിലേക്കും ചെടികളുടെ അടുത്തേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കതൊക്കെ ഒന്ന് പരിപാലിക്കുകയും കട്ട് ചെയ്യേണ്ട ചെടികളൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് വളമിട്ട് പച്ചക്കറികളുമൊക്കെ എല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 11:30 ആകുമ്പോൾ നമുക്ക് തിരിച്ച് എത്താം. കാരണം ചൂട് കൂടുതലുള്ള സമയത്ത് മാത്രം നമ്മൾ വെയിലത്തിറങ്ങാതിരിക്കും. ഇപ്പോൾ അധികം വലിയ ചൂടുകളൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥയാണല്ലേ. വൈകുന്നേരം ആകുമ്പം ചിലപ്പം മഴയായിരിക്കും. അതുകൊണ്ട് വൈകിട്ട് നമുക്ക് ഇതൊന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ രാവിലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വൈകിട്ട് ഫ്രീ ആയിട്ടിരിക്കാം.